എല്ലാ സുഹൃത്തുക്കൾക്കും പ്രഭത പ്ലാൻ കെയർ ബ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു ബോഗൺവില്ലയുടെ മദർ പ്ലാന്റിൽ എയർ ലെയറിംഗ് നടത്തി പുതിയ ചെടി വളർത്തിയെടുത്ത വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യമായി പുതിയ ചെടിയുടെ വളർന്നു നിൽക്കുന്ന ചില്ലകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. രണ്ട് മാസം മുമ്പ് ഞാൻ ലെയർ ചെയ്ത ചെടിയിൽ നിന്നും പുതിയ ചെടിയെ വേർപെടുത്തി പുതിയ പോട്ടിൽ റീപോട്ട് ചെയ്യാൻ പോവുകയാണ്. അടുത്തതായി ചെയ്യുന്നത് ഈ ലെയർ ചെയ്ത ഭാഗത്തെ കവറിങ് അഴിച്ചു മാറ്റുകയാണ്. തണ്ടിൽ വേര് പിടിപ്പിച്ച് പുതിയൊരു ചെടിയെ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ അഥവാ ലെയറിംഗ് എന്ന് പറയുന്നത്. ചകിരിച്ചോറും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് നനച്ചെടുത്ത് ചെടിയുടെ തൊലി കട്ട് ചെയ്ത ഭാഗത്ത് നിറച്ച് കവർ ചെയ്ത ഭാഗം നല്ല രീതിയിൽ വേരുകൾ വന്ന് നിൽക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. വേരുകൾ വന്നതിൻ്റെ അടിഭാഗത്ത് വെച്ച് ചെടിയെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇപ്പോൾ ചെടിയെ കട്ട് ചെയ്തെടുത്ത് ഇനിയൊരു പോട്ടിൽ നട്ട് പിടിപ്പിക്കണം. ചെടിയെ ഈ കാണുന്ന പോട്ടിൽ വയ്ക്കുകയാണ്. അതിനു വേണ്ടി പോട്ട് മിക്സ് തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഉമിയും മണലും ജൈവവളവും ചേർത്ത മിക്സാണ് ഉപയോഗിക്കുന്നത്. അത് പോട്ടിൽ നിറയ്ക്കുകയാണ്. പോട്ടിൻ്റെ പകുതി വരെ മിക്സ് നിറച്ച് ശേഷമാണ് ചെടിയെ നടുന്നത്. ഇനി ചെടിയുടെ ലെയർ ചെയ്ത ഭാഗത്തുള്ള പ്ലാസ്റ്റിക് ഗ്ലാസ് എടുത്ത് മാറ്റാം. വേരുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഭാഗത്തെ
മിക്സ് ഇളകിപ്പോകാതെ പോട്ടിൻ്റെ മധ്യഭാഗത്തേക്ക് ചെടിയെ ഇറക്കി വെക്കുക. അതിനുശേഷം ചുറ്റിലും പോട്ട് മിക്സ് ഇട്ട് നല്ല രീതിയിൽ ഉറപ്പിക്കുക. ചെടിക്ക് ഇളക്കം തട്ടാത്ത വിധം ഒരു താങ്ങ് കൊടുത്ത് ബന്ധിച്ച് ചെടിയെ ഉറപ്പിച്ച് നിർത്തുക. തുടർന്ന് നല്ല രീതിയിൽ ചെടിയെ ഒന്ന് നനച്ചു കൊടുക്കണം. പോട്ട് മിക്സ് നല്ലവണ്ണം നനയത്തക്ക വിധം വേണം വെള്ളമൊഴിച്ച് നനയ്ക്കേണ്ടത്. സുഹൃത്തുക്കളെ, ഈ ചെടി ലെയർ ചെയ്ത ഭാഗം നിങ്ങളെ കാണിക്കാൻ സാധിച്ചില്ല. അതിനുശേഷമുള്ള മുഴുവൻ ഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.